കേരളത്തിലെ ബി.ജെ.പിയുടെ നേതൃസ്ഥാനത്ത് പുതിയ മുഖമായി മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രനെതിരെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ തനിക്ക് എത്താൻ സാധിക്കാതിരുന്നത് വണ്ടി കിട്ടാത്തതിനാലായിരുന്നു എന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ പോയെന്ന് കരുതി കാറും ഡ്രൈവറും പോയെന്നും പിന്നീട് ഡ്രൈവർ വന്നപ്പോൾ അതേ കാറിൽ തന്നെ സ്ഥലത്തെത്താൻ സാധിച്ചുവെന്നും ഇതൊക്കെ എന്തുകൊണ്ടാണ് തനിക്കെതിരായ വിവാദമാകുന്നതെന്നും മനസ്സിലാകുന്നില്ല. ഇതിനു പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കൂ എന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബി.ജെ.പിക്ക് മികച്ച രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കീഴിൽ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നും അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഒരു തരത്തിലും പുതിയ ആളല്ല. ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ബി.ജെ.പിയെ സംബന്ധിച്ച് കേരളത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ തവണ നിർത്തിയെടുത്ത് നിന്ന് അതിശക്തമായി തന്നെ മുന്നോട്ടു പോകും. നേതൃമാറ്റം ഓരോ സമയം കഴിയുമ്പോഴും ഉണ്ടാകുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോഴത്തെ നേതൃമാറ്റത്തിൽ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. നാമനിർദ്ദേശത്തിന് എത്താൻ കഴിയാതിരുന്നത് കാർ കിട്ടാത്തതിനാലാണ്. കാർ വന്നപ്പോൾ ഉടനെ കയറി വരികയും ചെയ്തു. ഇത്രമാത്രം ഇത് വാർത്തയാക്കുമെന്ന് കരുതിയില്ല. ഇന്നലെ കൊടുങ്ങല്ലൂരിൽ മയക്കുമരുന്നിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലായിരുന്നു താൻ. ഒറ്റവരി വാർത്ത എവിടെയും കണ്ടില്ല. എന്നോട് മാത്രം എന്താണ് ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നത്? കോർ കമ്മിറ്റിയിലെ മറ്റാരോടെങ്കിലും ഈ ചോദ്യം ഉയരുമോ? ശോഭാ സുരേന്ദ്രന് കൊമ്പുണ്ടോ? ഈ നല്ല നിമിഷത്തിലും തനിക്കെതിരെ കുത്തിത്തിരിപ്പ് വാർത്ത ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടെത്തേണ്ടതാണ്. ഇത്തരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പത്രിക സമർപ്പണ വേളയിൽ ശോഭാ സുരേന്ദ്രന്റെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. നാമനിർദ്ദേശത്തിന് എത്താൻ കഴിയാതിരുന്നത് കാർ കിട്ടാത്തതിനാലാണ്. കാർ വന്നപ്പോൾ ഉടനെ കയറി വരികയും ചെയ്തുവെന്നും ഇത്രമാത്രം ഇത് വാർത്തയാക്കുമെന്ന് കരുതിയില്ല എന്നും ഇന്നലെ കൊടുങ്ങല്ലൂരിൽ മയക്കുമരുന്നിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലായിരുന്നു താനെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. കേന്ദ്ര തീരുമാനം പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റി അറിയിച്ചു. കോർ കമ്മിറ്റിയാണ് തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. ഇതോടെ 5 വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ഥാനമൊഴിയുകയാണ്.